ശപിക്കപ്പെട്ട ശേഷം പാണ്ഡു തന്റെ ഭാര്യമാരായ കുന്തിയും മാദ്രിയും കൂടെ കാട്ടിൽ താമസിച്ചു. കുട്ടികളെക്കുറിച്ചുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച പാണ്ഡുവിന് ശാപം നേരിട്ട് കുട്ടികളെ ജനിപ്പിക്കാൻ തടസ്സമായി. എന്നാൽ കുന്തിക്ക് സേജ് ദുർവാസ നൽകിയ അനുഗ്രഹം ഓർമ്മ വന്നു. ഇത് അവളെ ഏത് ദേവനെയും വിളിച്ച് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ അനുവദിച്ചു. കുന്തി ആദ്യം ധർമ്മ നീതിയുടെ ദേവനെ വിളിച്ചു. ധർമ്മ പ്രത്യക്ഷപ്പെട്ടു. അവളെ ഒരു മകൻ യുധിഷ്ഠിരൻ അനുഗ്രഹിച്ചു. യുധിഷ്ഠിരൻ സമാധാനപരവും സൗമ്യവുമായ സ്വഭാവത്തോടെ ജനിച്ചു. ഒരു ജ്ഞാനിയും നീതിപരനും ആയ നേതാവാകാൻ വിധിക്കപ്പെട്ടവൻ. അദ്ദേഹത്തിന്റെ ജനം പാണ്ഡുവിനും കുന്തിക്കും പ്രത്യാശയും സന്തോഷവും നൽകി. കാരണം അവർ അദ്ദേഹത്തെ സത്യവും ധർമ്മവും നിലനിർത്തുമെന്ന് അറിഞ്ഞിരുന്നു. യുധിഷ്ഠിരന്റെ ജനത്തിൽ പ്രചോദിതനായ പാണ്ഡു മറ്റൊരു മകനെ ആഗ്രഹിച്ചു. കുന്തി ശക്തിയും കൊണ്ട് അറിയപ്പെടുന്ന കാറ്റിന്റെ ദേവനായ വായുവിനെ വിളിച്ചു. വായു കുന്തിയെ അനുഗ്രഹിച്ചു. അവൾ ഉടൻ ഭീമൻ എന്ന അസാധാരണ ശക്തിയുള്ള മകനെ ജനിപ്പിച്ചു. ബാല്യത്തിലെ ഭീമന്റെ ശക്തി വ്യക്തമായിരുന്നു. അവൻ ശക്തനും ഉഗ്രനും ആയിരുന്നു. പിന്നീട് പാണ്ഡവരിൽ ഏറ്റവും ശക്തനായ യോദ്ധാവായി മാറി. യുധിഷ്ഠിരനും ഭീമനും ജനിച്ചത് പാണ്ഡുവിനും കുന്തിക്കും അത്യന്തം സന്തോഷം നൽകി. അവർ കാട്ടിൽ നാടുകടത്തപ്പെട്ടിരുന്നെങ്കിൽ